ഹലോ, എല്ലാരും കൂടെ ജാഥയായിട്ട് എങ്ങോട്ടാ? ദാണ്ടേ തടയണേലൊരു ശവം. ശവം? മെമ്പറേ, ബോഡി ഇങ്ങനെ കിടന്ന പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ചീർത്തോടിയിട്ടുണ്ട്. അതിനിപ്പോ ആരാ എന്നാന്ന് അറിയണമെങ്കിൽ ആദ്യം ബോഡി കരക്ക് എത്തിക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാച്ചോ? പറഞ്ഞിട്ട് ആരെങ്കിലും കൂട്ടാക്കണ്ടേ? എല്ലാവർക്കും പേടിയാ. സാറ് വിചാരിച്ച ബോഡി എടുക്കാൻ എന്തെങ്കിലും. അതെ, എന്റെ ഈ സ്റ്റേഷനല്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതുവരെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അണ്ടിപ്പിൽക്കാവ് സ്റ്റേഷനാ. ഞാനിത് ചെയ്യാനാണ്. അച്ചോ, ഞാൻ ഇറങ്ങാം. ഒന്നുമില്ലേലും ഒരു മനുഷ്യനല്ലേ കിടക്കുന്നത്. അതെ, വെള്ളത്തിൽ കിടന്ന് കുറച്ച് ചീർത്തെങ്കിലും മനുഷ്യൻ തന്നെയാണ് അല്ലേ? അറിയില്ലേ? പുലിപ്പീലി പുലിപ്പീലി മിടുക്കനാ മിടുക്കൻ. എന്നാ വേഗം ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞാനിവിടെ വരാം. അത് നന്നായി, അത് വളരെ നന്നായി. അവിടത്തോളം വരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് പോവല്ല. തെന്നലേ തെന്നലേ തെന്നലേ. സൈഡിൽ സൈഡിൽ സൈഡിൽ. നല്ല ഒഴുക്കുണ്ട്. അയ്യോ, എന്നാലും നിങ്ങൾ പോലീസായിട്ട് കുഴപ്പമില്ല. ജംബുവാ. പുലി പിടിച്ചതാ. പുലി പിടിച്ചതാ. നിങ്ങൾ കയറ് വലിച്ചു പിടിക്കേ. ബോഡിയിൽ കിട്ടാം. വലിച്ചോ. ടൈറ്റ് ആക്കിക്കോ. ഓക്കെയാലോ? നീങ്ങനെ നീങ്ങനെ. ഭായിയുടെ മൊത്തം വൃത്തം വിട്ട് പോണ ലക്ഷണം. മെമ്പറേ, ഇന്നലത്തെ ബാങ്കിന്റെ തീപിടുത്തവും ഇപ്പൊ ജംബുവിന്റെ മരണവും രണ്ടും കൂടി ആവുമ്പോ മനസ്സിൽ വല്ലാത്തൊരു പേടി. അയ്യോ, എന്റെ പൊന്നു വാസു, ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പുലി ഏതായാലും നടന്നു വന്നു ബാങ്കിന് തീ വെക്കാനൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ പറഞ്ഞില്ലേ 2 ഉണ്ടെന്ന്. അതാണ് എല്ലാ സ്ഥലത്തും പുലിനെ കാണുന്നത്. ഇനിയിപ്പോ എന്താ ഒരു വഴി വെച്ചോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ പൊന്നു പീലി, എങ്ങനെയെങ്കിലും ഈ പുലിയെ കൊടുന്നു പിടിക്കും. അച്ഛൻ ഇനി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ചക്കിയിട്ടപ്പോ ഒരു മൊയിലെത്തു നീർച്ച എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. അച്ഛൻ വേറെ ആമ്പിള്ളേരെ കിട്ടും നോക്ക്, അല്ലെങ്കിൽ കുരുതി മലക്കാവിൽ ഇനിയും കുരുതി അടക്കും. പുലിയെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഈ കുരുതിമലക്കാവിൽ ഇനി പുലി കാരണം ഒരാളുടെ ജീവനും പോയില്ല. ഇത് ഫിലിപ്പോസിന്റെ വാക്കാ. അങ്ങോട്ടല്ലേ പോണ്ട്? തിരിഞ്ഞു കഴിഞ്ഞ പഞ്ച് പൂട്ടാ നേരെ നടക്കും. വെറുതെ ഒരു പഞ്ച് ടയർ കൊണ്ട് പേരും പറഞ്ഞ് 10-12 കിലോമീറ്റർ നടന്ന് അതേ പഞ്ചിൽ തിരിച്ചു നടന്നാൽ മതിയായിരുന്നു. തലയ്ക്കൊന്നാണ് തിരിഞ്ഞേ. 3 എവറസ്റ്റ് അപ്പൊ കയറി ഇറങ്ങി. ചേട്ടായി, ചേട്ടായി, ദേ പുലിയപ്പോ ഇവിടെയും. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചാ. അറിയിക്കാനെന്ന് പറഞ്ഞ ജമ്മുവിന് ആരാ ഉള്ളേ? പീലി, ഇങ്ങോട്ട് വരി. നിങ്ങൾ പറഞ്ഞ ശരിയാ, പുലി 1 അല്ല 2 ഉണ്ട്. ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴാ കാണുന്നത്. എന്തായാലും ഇതിനടുത്തൊരു കുഴിവെട്ടി മൂടും. കുഴിച്ചിട്ട് എന്നാ വാ വിട്ടേ പോയേക്കാം. പീലി,
എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ. ആ ശരി. ഭായ്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് വിഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റിയ സമയമാണ്. നാട്ടുകാർ മൊത്തത്തിൽ നിന്ന് പേടിച്ച് നിൽക്കുക. ഈ അവസരം നമ്മൾ മുതലാക്കണം. പുലിന്റെ കല്ലത് കുറെ കാലം ഇതിനെ കൊണ്ട് ലോക്കറ്റ് ഉണ്ടാക്കണം വിചാരിക്കണേ. അടിപൊളി. ഇത് എവിടെ കിട്ടിയ പോയി? എനിക്കിത് കിട്ടിയത് ജംബുവിന്റെ ബോഡി. ജംബുവിന്റെ ബോഡിന്നോ? അതിന് പുലിയുടെ നഖമൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി ചേട്ടായി. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പുലിയാണിത് ചെയ്തതെങ്കിൽ അത് ആടിനെയും കൊണ്ടേ പോകും, അല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു മനുഷ്യനാണ്. പക്ഷെ ആര് ആർക്കായിരിക്കും ഇത്ര ആൾക്കാരെ കൊന്നിട്ട് കാര്യമുള്ളത്? എല്ലാവരും കൊന്നത് ഇയാൾ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ നമുക്കൊരാളെ കാണണം. അന്ന് ആ സർക്കസുകാരനെ വെടിവെച്ചിടുമ്പോൾ വാസുവേട്ടൻ്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും ഫോറസ്റ്റ് ഗാർഡ് ബഷീറും പിന്നെ മെമ്പറും മാത്യൂസും. ഈ ബഷീർ ഇപ്പോൾ എവിടെയുള്ളത്? ബഷീർ ആ വർഷം തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് കേട്ടത്. എന്തു പറ്റി? എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട്? അത് ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ബായിക്ക് കുരുതിമലക്കാവിനെ പറ്റിയൊരു കവിത എഴുതണമെന്നൊരു മൂഡ്. പേരുട്ട് ഒരു റേഞ്ചറിന്റെ നമ്പരം. പോടാവിടുന്നു. കാര്യമൊക്കെ ഞാൻ പറയാം ചേട്ടാ, ഒരു 2 ദിവസം കഴിയട്ടെ. എന്നാ ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ശരി. എന്താ എല്ലാവരുടെ ഇവിടെ? ഞങ്ങൾ ചുമ്മാ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് ഓർത്ത്. അപ്പോൾ ശരി, കാണാം. കാണാം. ആയിക്കോട്ടെ. ശരി. എനിക്കൊരു പിടിയും കിട്ടാനില്ല. ഈ പുലിയും സർക്കസും തമ്മിൽ എന്താ ബന്ധം? വാസുവേട്ടൻ പറഞ്ഞു വെച്ച് അന്ന് കുരുതിമലക്കാവിൽ രത്നം മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് ആ സർക്കസുകാരനെ വെടിവെച്ചിടുമ്പോൾ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? മെമ്പറും മാത്യൂസും പിന്നെ ബഷീറും. അയാളെ നാട്ടിൽ വെച്ച് ഏതോ ബൈക്ക് ആക്സിഡന്റ് മരിച്ചു എന്നല്ലേ വാസുവേട്ടൻ പറഞ്ഞു? അതുമായിട്ട് എന്താ ബന്ധം? ബഷീറിൻ്റെ മരണമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളിവിടെ വന്നത് ആരെ പുലി പിടിച്ചപ്പോഴാണ്? മാത്യൂസിന്റെ മോൻ സബാറ്റീനെ. അതിനു മുമ്പ് ഇവിടെ ആരെ പുലി പിടിച്ചത്? അത് റേഞ്ചർ വാസുവിൻ്റെ മോനെ. അങ്ങനെയാണെങ്കിൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന 3ാമത്തെ ആൾ നിന്റെ അമ്മായിയപ്പൻ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇനി ഈ കുരുതിമലക്കാവിൽ പുലി പിടിക്കാൻ പോകുന്നത് നിന്റെ പെണ്ണിനെ, രേവതി.